ഒന്നോ രണ്ടോ കുട്ടികളെ പോലും വളർത്തി വലുതാക്കുന്നത് വലിയൊരു ശ്രമകരമായ കാര്യമെന്ന് വിചാരിക്കുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിൽ 10 മക്കളെ വളർത്തി വലുതാക്കുക എന്നാൽ ഒരു വലിയ സംഭവമാണ്. കഴിഞ്ഞ തലമുറയെ സംബന്ധിച്ച് അതൊരു വലിയ അത്ഭുതത്തിന് കാരണമായ കാര്യമൊന്നുമല്ല. ഭരണങ്ങാനത്തിനടുത്ത് കിഴപറയാറിലുള്ള അന്നമ്മച്ചിക്ക് മക്കൾ 10 പേരാണ്. പക്ഷെ വിധി പരീക്ഷിച്ചത് അതിൽ 5 മക്കളിലൂടെയാണ്. 5 പേരും പിറന്നത് അന്ധരായിട്ടാണ്. പക്ഷെ അന്നമ്മച്ചി ആ വിധിയെ തോൽപ്പിച്ചു. ആ ജീവിതകഥയാണ് ഇത്തവണ പെൺമനസ്സിലൂടെ. അന്നമ്മച്ചിക്ക് പ്രായം 81 വയസ്സ്. പ്രായത്തിന്റേതായ ചെറിയ ചില രോഗങ്ങളുടെ ശല്യമൊഴിച്ചാൽ ഊർജ്ജസ്വലയാണ് ഇന്നും അമ്മച്ചി. അന്നമ്മച്ചിക്കും ഭർത്താവ് തോമസിനും മക്കൾ 10 പേരാണ്. പക്ഷെ വിധി പരീക്ഷിച്ചത് അതിൽ 6 മക്കളിലൂടെയാണ്. 5 പേർ അന്ധർ. അതിൽ 3 ആണുങ്ങളും 2 പെണ്ണുങ്ങളും, ഒപ്പം ഒരു കുഞ്ഞിന്റെ മരണവും. പക്ഷേ വിധി കൊഞ്ഞനം കുത്തിയവരെ അന്നമ്മച്ചി ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി. അമ്മച്ചിക്ക് എത്ര മക്കളാണുള്ളത്? 10 മക്കള്. അതിൽ ഒരാള് മരിച്ചുപോയി. ബാക്കി 9 പേര് ഉണ്ട്. അതില് 5 പേര് കാഴ്ചയില്ലാത്തവര്. അതിലെ എല്ലാരും തന്നെ പഠിച്ചു. ഞാൻ നീർപ്പാറ അന്ധവിദ്യാലയത്തിലാണ് ആദ്യം മുതൽ വിട്ട. 72 മുതൽ ഇവരെ കൊണ്ട് നടന്ന് പഠിപ്പിച്ച എല്ലാവർക്കും അവരവരുടെ ഉപജീവനത്തിന് വഴി കിട്ടി. ഞാൻ ഒത്തിരിയും കഷ്ടപ്പെട്ടു മോനെ. സ്വന്തം നെറ്റിയിലെ വിയർപ്പുകൊണ്ട് അപ്പം ഭക്ഷിക്കാനരുളിയ യേശുവിൽ വിശ്വസിച്ച് അന്നമ്മച്ചിയും തോമസ് അപ്പച്ചനും കഷ്ടപ്പെട്ടത് കുറച്ചൊന്നുമായിരുന്നില്ല. കടിഞ്ഞൂൽ കുഞ്ഞു തന്നെ അന്ധയായപ്പോൾ അന്നമ്മച്ചി ഒന്നു പതറി. തൊട്ടുപിന്നാലെ 3ാമത്തെ കുഞ്ഞിന്റെ മരണവും 4ാമത്തെ കുഞ്ഞിന്റെ അന്ധതയും കൂടിയായപ്പോൾ അക്ഷരാർത്ഥത്തിൽ അന്നമ്മച്ചി തളർന്നിരുന്നു. ഒരു കുട്ടി ആദ്യത്തെ ഏറ്റവും കാല കടിഞ്ഞൂല് മകൾ, അവൾക്ക് നമ്മൾ നടക്കാറായ പിന്നെ ആ കാഴ്ചയില്ലെന്നുള്ളത് അറിയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 2 കുഞ്ഞുങ്ങളുണ്ടായി. ഒന്ന് സിസ്റ്ററായ പെൺകൊച്ച്, പിന്നെ അതിൻ്റെ ഇളയത് ഒരു ആൺകൊച്ചായിരുന്നു. അതും കണ്ണുള്ളതായിരുന്നു. അത് മരിച്ചുപോയി. 68 ദിവസമേ വളർത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ 4ാമതുണ്ടായത് കാഴ്ച കുറവാണ്. അത് കഴിഞ്ഞ് അതിനും ആരും വലിയ പ്രതിവിധി എനിക്ക് വേണ്ടി എനിക്കെല്ലാവരും മേരിയിലെ ആശുപത്രിയിലെ ചികിത്സ ആയതുകൊണ്ട് പ്രസവത്തിന് അവിടെയാണ് പോകുന്നത്. അതുകൊണ്ട് അവർ വിറ്റാമിൻ എയുടെ കുറവ് ഗുളികയൊക്കെ തരുമായിരുന്നു. ചാച്ചനെ ഒന്നും ആ കാലത്തൊന്നും പരിശോധിക്കുന്ന കാലമല്ലല്ലോ മോനെ. അത് കാരണം ആരുടെയാണെന്നറിയത്തില്ല, വിറ്റാമിൻ എയുടെ കുറവുള്ള സമയങ്ങളിൽ ജനിച്ച കൊച്ചുങ്ങളാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇവരുടെ കണ്ണിനകത്ത് നമ്മുടെ ഈ കാഴ്ചയുള്ള കൃഷ്ണമണിയിലുണ്ടല്ലോ ഒരു നല്ല പൊട്ടാണ് അമ്പിളിയമ്മാവൻ നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നും. അതിപ്പോൾ ആദ്യത്തെ കൊച്ചിനൊന്നും നമുക്ക് അത്രയും അറിയാൻ പറ്റില്ല. 4ാമത് കൊച്ചുണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ ബെഡ് വഴി കുഞ്ഞുങ്ങളിങ്ങനെ കിടക്കുമ്പം നമ്മൾ പലരല്ലേ പ്രസവിച്ച് കിടക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണ് വന്ന് മനെ നേരെ നിൽക്കുമ്പം ഈ നമ്മുടെ മുകളിൽ നിൽക്കുന്ന ലൈറ്റിന്റെ വെട്ടം നേരെ പതിഞ്ഞ് നിൽക്കും. ഇവരുടേത് നിൽക്കുകയല്ല, ഇവരുടെ ഏതെങ്കിലും ഒരു കോണിപ്പോയി ഈ വെട്ടം പതിയുന്നത്. അപ്പം നമുക്കറിയാം. തീരെ തളർന്നു പറഞ്ഞാൽ ഞാൻ ഓർത്ത് വല്ല മാനസിക രോഗിയായി പോകുമെന്ന്. അതേപോലെ ആയിപ്പോയി. അന്വേഷിക്കാൻ നമുക്ക് ആളില്ലല്ലോ. അന്ന് ആരും ഇല്ലാത്ത കാലമായി. പിള്ളേരൊക്കെ പിയം കുഞ്ഞുങ്ങളല്ലേ. ചാച്ചന് ഇവിടെ 3-4 എണ്ണത്തിനെ നോക്കണം, ഞങ്ങൾക്ക് ചെലവിന് കൊണ്ടുതരണം. ജില്ലാശുപത്രിയുടെ സ്ഥിതി ഇപ്പം പോലും മെച്ചപ്പെട്ടോന്ന് എനിക്കറിയത്തില്ല. അപ്പം 65 കാലങ്ങളിലെ അങ്ങനെയുണ്ട് മോനെ. അതുപോലെ നരകിച്ചു. 38 ദിവസം അവിടെ ഞാൻ കിടക്കേണ്ടി വന്നു. അതുകൊണ്ട് വലിയ വിശേഷം കിട്ടിയില്ലാത്തത് കൊണ്ട് ഞാൻ ആകെ തളർന്നു പോയി. ചാച്ചൻ പറഞ്ഞിട്ട് ചാച്ചനും പറയും എന്തിനാ ഇങ്ങനെ കൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കും. എനിക്ക് പ്രോത്സാഹനം തരാൻ തന്നെ ആരും തന്നെ ഇല്ല, ദൈവമല്ലാതെ ഒരു മനുഷ്യരും പ്രോത്സാഹനം തരില്ല. എല്ലാവരും ചോദിക്കുന്ന ഈ കൊച്ചുങ്ങളെ കൊണ്ട് നടന്ന് നിങ്ങൾ നടന്ന് പഠിപ്പിച്ചാൽ എന്ത് ഇവർക്ക് കിട്ടുമെന്നോട് ചോദിക്കുന്നവരേ ഉള്ളൂ. പിന്നെ നല്ല അറിവുള്ള നല്ല മനുഷ്യരുണ്ട് ഇതിനിടയ്ക്ക്. പിന്നെ ഉടുക്കാനും പല്ല് തേക്കാനും എണ്ണയും ഒക്കെ നമ്മൾ സോപ്പും ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കണം. പിന്നെ അവസാനത്തെ ആണ് 9ഉം 10ഉം 2 പേരും. 10ാമത്തെ മോനായത്. 9ാമത്തെ മോൻ ഞാൻ പറഞ്ഞില്ലേ കോടതി ജോലിയുണ്ട്. അവർ 2 അടുക്കൽ ഇങ്ങനെ ഉണ്ടായി. അല്ലെങ്കിൽ ഒരു കൊച്ചു കാഴ്ചയില്ലാത്തവരുണ്ടായിക്കഴിഞ്ഞ് പിന്നെ 4-5 വർഷമാകുമ്പോഴത്തേനായിരുന്നു ഒരു കൊച്ചുണ്ടാകുന്നത്. പക്ഷെ ഈ കൊച്ചുങ്ങൾ 2 പേരും അടുക്കലുണ്ടായി. 4 വയസ്സിന് ഇളയതാണ്. മറ്റേ ജെയ്സനും റോയിമോനുമായിട്ട്
ഇത്രയും പേരായപ്പോഴത്തേന് ഇവരെ ഇങ്ങനെ കൊണ്ടു നടന്ന് പഠിപ്പിക്കാനൊക്കെ ആദ്യകാലത്ത് ഒത്തിരി ബുദ്ധിമുട്ടി. തുടരെ തുടരെ പരീക്ഷണങ്ങൾ ശിക്ഷിച്ചപ്പോൾ അന്നമ്മച്ചി അവയൊക്കെ തടുക്കാൻ പഠിച്ചു. ആവും വിധം ചികിത്സകൾ നടത്തി. പരീക്ഷിച്ച് തോറ്റപ്പോൾ വിധിയോട് പൊരുതാൻ പഠിപ്പിക്കാമെന്ന് കരുതി. ആ കാലയളവിലൊക്കെ ഏറെ സഹായവും മനോബലവും തന്ന് ഒപ്പം നിന്ന പലരെയും അന്നമ്മച്ചി ഇപ്പോഴും ഓർക്കാറുണ്ട്. പക്ഷെ ഇവരെയൊക്കെ ഇങ്ങനെ എന്തിനു ചികിത്സിക്കുന്നു എന്ന് പറഞ്ഞ് അവഗണിച്ചവരും അക്കൂട്ടത്തിലുണ്ട്. അവരെ പരസ്പരം സഹോദരങ്ങൾ സഹായിക്കും. നമ്മൾ ഇപ്പം വെച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ നെല്ല് കുത്താനോ പണിയെടുക്കാനോ പോയി കഴിയുമ്പോൾ, കൊയ്യാനോ ഒക്കെ പോയി കഴിയുമ്പം കാഴ്ചയുള്ള കുഞ്ഞുങ്ങളെ, ഈ കാഴ്ചയില്ലാത്ത കുഞ്ഞുങ്ങളെ കുളിപ്പിക്കും, ശുശ്രൂഷിക്കും, അവരുടെ തുണി അലക്കി കൊടുക്കും. കാഴ്ചയുള്ള ഇല്ലാത്ത കൊച്ച്, മൂത്ത കൊച്ച് 10 വയസ്സായപ്പം അവരെല്ലാം ഈ ചെറിയ ചെറിയ കുഞ്ഞു പണികൾ ചെയ്ത് അമ്മച്ച് പഠിപ്പിച്ചുകൊണ്ട് ഇവര് സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. 3 ആൺപിള്ളേർക്കും ദൈവം ചിരിച്ച താലം മേടിക്കാനുള്ള കൂടപ്പുറപ്പുള്ള അവർ സ്നേഹിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. ഇന്ന് വരെ കുഴപ്പമൊന്നുമില്ല. ഞാൻ മരിക്കുന്നവരെ അങ്ങനെ പോണേന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എന്നാ പറഞ്ഞാലും അല്ലെ, ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല മോനെ. വൈകല്യങ്ങൾ ഒന്നുമില്ലാതെ പിറന്ന 4 പേർക്കൊപ്പം അവരെ പോലെ തന്നെ മറ്റ് 5 പേരും വളർന്നു, പഠിച്ചു, ജോലികൾ സമ്പാദിച്ചു, ഒടുവിൽ കുടുംബജീവിതത്തിലേക്കും പ്രവേശിച്ചു. അമ്മച്ചിയുടെ സ്വപ്നമായിരുന്നു ഇവയൊക്കെ. പരിഭവിക്കാതെ, പരിതപിക്കാതെ ജീവിച്ചതൊക്കെ ഈ നേട്ടങ്ങൾ അടുത്തുനിന്ന് കാണാനായിരുന്നു. ജീവിതത്തിൽ പുറകോട്ട് ചിന്തിക്കുമ്പം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈവം പരീക്ഷിച്ചു എന്ന് തോന്നിയൊരു സന്ദർഭം ഏതൊക്കെയായിരുന്നു? എനിക്ക് അങ്ങനെയൊന്നും തോന്നിട്ടില്ല മോനെ. ഇല്ല, ഇത്രയും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അമ്മച്ചി എല്ലാ കാര്യത്തിലും വളരെ ഞാൻ എല്ലാ കാര്യത്തിലും തന്നെയല്ല മോനെ. ഇവിടെ ഈ ജോസ്മാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ 4ഉം 5ഉം കാഴ്ചയില്ലാത്ത കുഞ്ഞുങ്ങൾ ഒന്നിച്ച് ആ സമയത്ത് കയറി വരും സന്ധ്യയ്ക്കൊക്കെ. അപ്പോഴും ഈ ഉള്ളത് കൊണ്ട് അവരെ തീറ്റിപ്പോറ്റി വളർത്തി അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല. അന്നേരം ഞാനിങ്ങനെ ചിന്തിക്കുക, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയെങ്കിലും വെളിച്ചമുണ്ടല്ലോ, അവർക്കൊട്ടുമില്ല മോനെ. അന്നൊക്കെ വിളക്ക് കൊളുത്തി വെക്കുന്ന കാലമാണ് മോനെ. മണ്ണവിളക്ക് നമ്മളിങ്ങനെ കൊളുത്തി വെച്ചാൽ അതെടുത്ത് മാറ്റിയില്ലേ അവരുടെ പാൻറ്റിന് തീ പിടിക്കും. ഇതെല്ലാം ഈശോയുടെ ഇഷ്ടം എൻ്റെ കൊച്ചെ. അല്ലേ പിന്നെ ഇങ്ങനെയൊക്കെ വരണോ? അല്ലെ എന്നെക്കാരിലും ഒന്നും കഴിക്കാതെ ഈ വഴിയോരം വഴി ഒന്നും കഴിക്കാതെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ എത്ര നല്ല കുഞ്ഞുങ്ങളായിട്ട് കാഴ്ചയുള്ളവരായി. ഈച്ചയ്ക്കും പൂച്ചയ്ക്കും കോഴിക്കും ഒക്കെ വിറ്റാമിൻ കഴിച്ചിട്ടാണോ മോനെ കണ്ണുണ്ടാകുന്നത്? അതൊന്നും അല്ല മോനെ. ഇത് എന്തേരെ അനുഭവിക്കും, നമ്മൾ എവിടെ കൊണ്ട് ഈ ചുമട് താത്തു വെക്കുമെന്ന് അറിയാൻ വേണ്ടി ദൈവം തന്നെ ഒരു കുരിശല്ല, ഒരു ത്യാഗം. ഇപ്പൊ അമ്മച്ചിക്ക് എത്ര വയസ്സായി? എനിക്ക് 81 വയസ്സായി. വരുന്ന ഏപ്രിൽ മാസം 81 തികയും. ഏപ്രിൽ 6-ാം തീയതി 8-ാം തീയതി അങ്ങാണ്ട്. ഞാൻ 1935 എന്നെ കുഞ്ഞിലെ കെട്ടിക്കൊണ്ടുവന്ന അമ്മനെ. ഞാൻ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ കുടുംബജീവിതക്കാരത്തിയായി. എനിക്ക് കൊച്ചുങ്ങൾ മോക്ക് ഇപ്പൊ എത്ര വയസ്സ് കാണും? 10-22 വയസ്സില്ലേ? അപ്പൊ അമ്മച്ചിക്ക് ഒരു കൊച്ചായി. ആ കാലത്തെ 22ാമത്തെ വയസ്സിലുള്ള മൂത്ത മകള്. എല്ലാം ഇങ്ങനെ ഇവരുടെ ലിപിയിൽ ഇവർ എഴുതിയെടുക്കണം. അല്ലെങ്കിൽ സഹകരിക്കുന്ന നല്ല പിള്ളേരുണ്ടെങ്കിൽ ഇവരുടെ നോട്ട് കൊടുത്ത് വരും എഴുതുന്നവരുടെ. എന്നിട്ട് നമ്മുടെ ഇവിടെ വന്ന് നല്ലപോലെ പഠിച്ച പിള്ളേരുണ്ടെങ്കിൽ വായിച്ചു കൊടുക്കുമ്പം ഇവരുടെ ലിപിയിൽ എഴുതിയെടുക്കണം മോനെ. എന്നിട്ട് തപ്പി പഠിക്കണം. അങ്ങനെയാ. ഞാൻ ആരെന്ത് പറഞ്ഞെങ്കിലും നല്ല പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോവുമായിരുന്നു മോനെ. അങ്ങനെ മറ്റുള്ളവരെന്തും പറഞ്ഞത് പലരും പലതും പറയുന്നുണ്ടെങ്കിൽ അതേപ്പറ്റി അങ്ങനെ ഒരു ചിന്ത കൊടുക്കാറില്ല. ഇവരെങ്ങനെയും ഇവരുടെ കാലിലൊന്ന് നിൽക്കാൻ പ്രാപ്തരാക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം അമ്മച്ചിക്കുള്ളായിരുന്നു. അന്നും ഇന്നും ഇപ്പോഴും അതെ. വലിയ വിദ്യാഭ്യാസമോ വലിയ പുസ്തകങ്ങൾ പകർന്ന അറിവോ ഒന്നും ഈ അമ്മച്ചിക്കില്ല. യഥാർത്ഥ ജീവിതവും അനുഭവങ്ങളും നൽകുന്ന അറിവിനേക്കാൾ വലിയ പഠിപ്പില്ലെന്ന് മഹാന്മാർ പറയുന്നത് അമ്മച്ചിയുടെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അമ്മച്ചിക്ക് ഭയങ്കര കഠിനമായ ഭക്തിയുള്ള ആളാണല്ലേ? അങ്ങനെ വലിയ ഭക്തിയൊന്നുമില്ല. ഞാൻ വലിയ ഭക്തിയൊന്നുമില്ല. തന്റെക്കലത്തെ പ്രാർത്ഥനയോലും പിന്നെ വലിയ വെമ്പിടിപ്പള്ളിയിൽ പോക്കൊന്നും എനിക്കില്ല. വീട്ടിലെ കെട്ടിയവനെയും പിള്ളേരെ ഇട്ടിട്ട് അമ്മ പള്ളിയിൽ പോവുക എന്നുള്ളതിൽ അവർക്ക് ചെയ്യാനുള്ള ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞതിന്റെ സമയം പോലെ ഞാൻ ഇങ്ങനത്തെ ഭക്തികാര്യങ്ങൾക്ക് പോകാറുള്ളൂ മോനെ. ചെറുപ്പത്തിലും അതെ, ഇപ്പോഴും അതെ. ഇപ്പൊ ഇവർക്കൊക്കെ പെണ്ണുങ്ങളായതുകൊണ്ടല്ലേ
അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇപ്പം ഇന്നൊരു ആഹാരം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഞാനല്ലേ ഉള്ളൂ. അവർക്ക് കൊടുത്തതിൻ്റെ ശേഷം അത് തമ്പുരാന് കാഴ്ചവെക്കും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയിട്ടുണ്ട്, കാര്യം കിട്ടും മോനെ. ഒന്നുമില്ല മോനെ, നമ്മൾ അവരെ നോക്കണം. ഭർത്താവ് പണിയാൻ പോകേണ്ടി വന്ന് അവന് കഞ്ഞി വെച്ച് കൊടുക്കണം, വരുന്ന നേരത്തിന് കറി കൊടുക്കണം. വരുമ്പോൾ ഞാൻ പള്ളിയിൽ പോയെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മോനെ? ഒരു കാര്യവും ഇല്ല. സാധാരണക്കാരിൽ വെറും സാധാരണക്കാരിയെങ്കിലും അന്നമ്മച്ചിയുടെ ജീവിതം ഒരു ചരിത്രവും ഒപ്പം ഒരു പാഠപുസ്തകവുമാണ്. ഇന്നലകളുടെ തലമുറയിലെ ഈ സ്ത്രീത്വം ജീവിതം കൊണ്ട് വിധിയോട് പൊരുതി, ത്യാഗം കൊണ്ട് വിധിയെ നിഷ്പ്രഭമാക്കി, പതറാത്ത മനസ്സുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് പാഠപുസ്തകമായി. ഒപ്പം കൊട്ടിയാഘോഷിക്കപ്പെടുന്ന ജീവിതങ്ങളെക്കാൾ ശക്തി ഇത്തരം ജീവിതങ്ങൾക്കെന്ന് പറഞ്ഞു വെക്കുക കൂടി ചെയ്യുന്നു.